നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. കുട്ടനാട് സീറ്റ് CPM ഏറ്റെടുക്കണം. കായംകുളം, അരൂർ, കുട്ടനാട് സീറ്റുകളിൽ CPM മത്സരിക്കണം. ഈഴവരെ ഒറ്റ സീറ്റിൽ ആലപ്പുഴയിൽ ഒതുക്കുന്നത് ശരിയല്ല. കുട്ടനാട് NCPക്ക് തുടർന്ന് നൽകുന്നത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിന് തുല്യമാണ്. NCP എന്ന സാധനം കുട്ടനാട്ടിലില്ല. അരൂർ ഈഴവ പ്രാതിനിധ്യമുള്ള മണ്ഡലമാണ്. ലത്തീൻ വിഭാഗത്തിന് സീറ്റ് നൽകണമെങ്കിൽ എറണാകുളം ജില്ലയിൽ നൽകണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഈ അരൂരും കുട്ടനാടും അത് ഈഴവ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ഈഴവ സമുദായത്തിനെ സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഇടതുപക്ഷത്തിനുണ്ട്. അവർക്ക് ആ സീറ്റ് കൊടുക്കണം. കാരണം സമുദായത്തിൽ നിന്ന് ഒരൊറ്റ സീറ്റ് ചെയ്യുന്നുള്ളൂ ഇവിടെ കായംകുളം മാത്രം. ആലപ്പുഴ ജില്ലയിൽ സമുദായത്തിന് ഒരുപാട് നേതാക്കന്മാരും അണികളുമുള്ള ഈ ജില്ലയിൽ സമുദായത്തിന് ഒറ്റ സീറ്റിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ വലിയ സങ്കടമാണ്. കുട്ടനാട് NCPക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ആദ്യം ഒരാൾക്ക് കൊടുത്തു പോട്ടെ, പക്ഷെ തുടർന്ന് അവർക്ക് തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാം. അവർക്ക് കൊടുക്കുക എന്ത് ന്യായം? ഒരുപാട് ഔദാര്യം, പ്രത്യേകിച്ചും പിണറായി ഗവൺമെൻറ്റിൽ ഘടകകക്ഷികളോട് ഇത്തരം ഔദാര്യം കാണിക്കുന്ന ഒരു സമീപനം വേറെ ഒരു ഗവൺമെൻറ് കാണിച്ചിട്ടില്ല. കാരണം ഒരു MLA ആയാൽ അവന് മന്ത്രി, എല്ലാവർക്കും വേണ്ടത്ര പരിഗണനയും പരീക്ഷയും കൊടുക്കുന്നു. അതുകൊണ്ട് എന്ത് വരുന്നു? ഇവർക്കെല്ലാം മന്ത്രിസ്ഥാനങ്ങളും എല്ലാം കൊടുക്കുമ്പോൾ മറ്റു വിഭാഗങ്ങൾക്കുള്ളതിനാണ് എടുത്തു കൊടുക്കുന്നത്. NCP എന്നൊരു സാധനം കുട്ടനാട്ടിലില്ല. പങ്കിട്ടപ്പോൾ അവർക്ക് കൊടുത്തപ്പോൾ എന്തിന് കുട്ടനാട്ടിൽ കൊടുത്ത്? ഈ സമുദായത്തിന് ലഭിക്കേണ്ട ന്യായമായ അവകാശമാണ്. അവിടുത്തെ സീറ്റ് സമുദായത്തിന് കൊടുക്കണം. അതുകൊണ്ട് അരൂരത്തത് CPM ഏറ്റെടുക്കണം. അവിടെ CPM ഏറ്റെടുത്ത് സമുദായത്തിന് കൊടുക്കണം. കുട്ടനാട് സീറ്റും അരൂർ സീറ്റും. ഈഴവ പ്രാതിനിധ്യം വേണം, കൂടുതൽ വേണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കായംകുളവും അരൂരും CPM ഏറ്റെടുക്കണമെന്നുള്ളൊരു ആവശ്യം വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDF വീണ്ടും വരും, പിണറായിക്ക് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം കൂടിയാണ് ഏത് തരത്തിലുള്ള ഒരു സമ്മർദ്ദമാണ് SNDP ചെലുത്താൻ ഉള്ള നീക്കം നടത്തുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടെ വരുന്നു. ശരണ്യ സ്നേഹൻ നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് SNDP പ്രമേയം പാസാക്കുക, യോഗത്തിൽ പറയുക, വെള്ളാപ്പള്ളി പലപ്പോഴും ആവർത്തിക്കുന്ന കാര്യമാണ് ഈഴവരെ വെട്ടി നിരത്തുകയാണ്. അതിൽ രൂക്ഷമായ വിമർശനം കോൺഗ്രസിനെതിരെ പലതവണ ഉയർന്നു വന്നിട്ടുമുണ്ട്. ഇപ്പോൾ CPMന്റെ മുന്നിലേക്ക് വെക്കുന്നത് അത് CPMൽ തന്നെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അല്ലെങ്കിൽ മുന്നണിക്കകത്തൊരു വലിയ വിഷയമൊക്കെ ഉയർത്താൻ കഴിവുള്ള കാര്യങ്ങൾ കൂടിയാണ്. ഈ രീതിയിൽ കായംകുളം ഏറ്റെടുക്കണം, അരൂർ ഏറ്റെടുക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളൊക്കെ വെള്ളാപ്പള്ളി പറയുമ്പോൾ അതൊരു സമ്മർദ്ദത്തിന്റെ ഭാഷയിൽ കൂടിയാണോ? അപർണ, ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും അധികം ഈഴവ വോട്ടുകളുള്ള 3 മണ്ഡലങ്ങളാണ്. ഒന്ന് കായംകുളം, ഒപ്പം തന്നെ കുട്ടനാട്, അരൂർ. ഈ 3 ഇടങ്ങളിൽ ഈ കായംകുളം മണ്ഡലത്തിൽ മാത്രമാണ് ഒരു ഈഴവ പ്രാതിനിധ്യം കൊടുക്കുകയും ഒപ്പം തന്നെ ഈഴവ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ളൊരു സീറ്റ് പരിഗണിക്കുകയും ചെയ്യുന്ന സ്ഥലം CPM നൽകുന്നത് അത് കായംകുളത്താണ്. എന്നാൽ കായംകുളം അല്ലാതെ കുട്ടനാട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമായി ഇടതുപക്ഷത്തിന്റെ മുന്നിൽ, പ്രത്യേകിച്ച് CPMന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ആ ആഗ്രഹം ജില്ലയിലെ CPM നേതൃത്വത്തിന്റെ കൂടി ആഗ്രഹമാണെന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം പല തവണയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ തോമസ് ചാണ്ടിക്ക് ശേഷം തോമസ് ചാണ്ടിയോടുള്ള ഒരു പരിഗണന തോമസ് കെ തോമസിനോട് വേണോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ ഉയർന്നു വന്നതാണ്. അത്തരത്തിൽ മറ്റ് തോമസ് ചാണ്ടിയുടെ അനുഭവ പരിചയമോ രാഷ്ട്രീയ പരിചയമോ ഇല്ലാത്ത തോമസ് കെ തോമസിനെ മത്സരത്തിലേക്ക് ഇറക്കുന്നത് അത് ശരിയായ രീതിയല്ല എന്ന് ആദ്യ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം അത് കർഷക തൊഴിലാളികളുള്ള CPMന് വളരെയധികം വേരുകളുള്ള ചരിത്രപരമായ പ്രാധാന്യമുള്ളൊരിടം കൂടിയാണ്. അവിടെ ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും വോട്ട് നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്, ജനങ്ങളാണ് ഉള്ളത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ മറ്റൊരു രീതിയിലുള്ള ഒരു മുന്നണി എന്നുള്ള രീതിയിൽ ഒരു തവണ തോമസ് കെ തോമസിന് നൽകി ഇനിയും അത് തുടർന്നുകൊണ്ട് പോകുന്ന
പോകുന്നത് ജനാധിപത്യ രീതിയല്ല എന്ന ജില്ലയിലെ CPM നേതൃത്വത്തിന്റെ അഭിപ്രായം കൂടിയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനിലൂടെയും പുറത്തു വന്നിരിക്കുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ CPM ജില്ലാ സമ്മേളനത്തിൽ തന്നെ കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ആവശ്യം സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ മുന്നണി മര്യാദ എന്നുള്ള കാര്യമുണ്ട്. മുന്നണി എന്നുള്ള രീതിയിൽ കുട്ടനാട് സീറ്റ് എടുക്കുന്നതിനെ കുറിച്ചുള്ള ചിന്ത ആവശ്യമില്ല, അത് അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ വേണ്ട എന്നുള്ള രീതിയിൽ ആ ഡിസ്കഷന് അന്നേ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ സമ്മേളനത്തിൽ തന്നെ തടയിട്ടിരുന്നു. പക്ഷേ കുട്ടനാടിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ റോഡ് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണങ്ങൾ ഒഴികെ അവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും ഇതുവരെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകുന്നുണ്ട്. അത് കുട്ടനാടിൻ്റെ ഇത്തവണത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം അത് പ്രതിഫലിക്കുമെന്നാണ് കരുതാൻ കഴിയുക. കാരണം കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായി നിലനിൽക്കുന്നു, അടിസ്ഥാന വികസനമില്ല, ഒപ്പം തന്നെ ആശുപത്രികൾ, അത്ര സംവിധാനങ്ങളില്ല, പലയിടങ്ങളും ഇപ്പോഴും റോഡ് മാർഗം എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ കുട്ടനാട് മറ്റൊരു ഇടമായി ആലപ്പുഴയിൽ മാറി നിൽക്കുന്നു. അത് ഇടതുപക്ഷത്തിന് ഏറ്റവും അധികം പ്രാധാന്യമുള്ളൊരു ഇടത്ത് ആണ് ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നത്. അതും NCPയിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിന്റെ ഒരു അഭിപ്രായം കൂടി പരിഗണിച്ചാവണം ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. മറ്റൊന്ന് അരൂർ സീറ്റാണ്. അരൂർ സീറ്റ് നിലവിൽ CPM തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷേ അതിലേക്ക് അരൂർ സീറ്റിലേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ അത് ദലീമയെ വിമർശിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ അക്കാര്യം പറഞ്ഞത്. അതായത് പള്ളിയിൽ പാട്ടുപാടും എന്നതിനപ്പുറത്തേക്ക് പാർട്ടിയുമായി എന്ത് ബന്ധമെന്നുള്ള ചോദ്യമാണ് വെള്ളാപ്പള്ളി നടേശൻ നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഉയർത്തിയ ചോദ്യം. അതായത് പള്ളിയിൽ പാട്ടുപാടുന്ന ആൾ അത്തരത്തിൽ ജില്ലയിലെ പാർട്ടി നേതൃത്വവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാൾക്ക് സീറ്റ് നൽകുന്നത് എന്തിനാണ്? അത് ഈ പ്രത്യേകിച്ച് അരൂർ മണ്ഡലം എന്ന് പറയുന്നത് ഈഴവ പ്രാതിനിധ്യം വളരെയധികം ഉള്ളൊരിടമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈഴവ ആളുകളെ പരിഗണിക്കണം എന്നുള്ള ഒരു ആവശ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. അത്തരമൊരു സമ്മർദ്ദത്തിലേക്ക് അവർ പോകുമോ എന്നുള്ളതും നോക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ അരൂർ സീറ്റ് CPMലെ തന്നെ ഈഴവ നേതാക്കന്മാർ പലരുണ്ട്. അവരിൽ ആരെയെങ്കിലും, ജില്ലയിലെ നേതാക്കന്മാരെ ആരെയെങ്കിലും അവിടെ പരിഗണിക്കണം. അരൂർ തുടർച്ചയായി ഇത്രയധികം ഈഴവ പ്രാതിനിധ്യമുള്ള വോട്ടുകളുള്ള ജില്ലയിൽ ആകെ കായംകുളം എന്നുള്ള സീറ്റ് മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത്. അതുപോരാ, അരൂരും കായംകുളവും കുട്ടനാടും ഒരുപോലെ ആ രീതിയിലുള്ള പരിഗണന നൽകണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ കുട്ടനാട് സീറ്റ് നൽകുന്നതിനെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ വളരെ ഇപ്പോൾ NCPക്ക് തുടർച്ചയായി നൽകുന്നതിനെ സംബന്ധിച്ച് CPMനുള്ളിൽ തന്നെ വളരെ എതിരഭിപ്രായം ഉണ്ട്. പലരും അത് പറയുന്നില്ല, മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ നിലവിൽ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നടക്കം ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിന് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട്, വലിയ കൊഴിഞ്ഞുപോക്ക് പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ആ സീറ്റ് ഈ CPM തന്നെ ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഒരു ഈഴവ സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ള പുതിയൊരാവശ്യം SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് വളരെ സ്ട്രെയിറ്റായി അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ്. ഇതുവരെ അങ്ങനെ ഒരു ആവശ്യം SNDPയോ അല്ലെങ്കിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോ പരസ്യമായി ഉന്നയിച്ചിട്ടില്ല. പല തെരഞ്ഞെടുപ്പുകൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇത് കൃത്യമായി ഈ 3 സീറ്റുകളിലേക്ക് ഈഴവ സ്ഥാനാർത്ഥികളെ തന്നെ പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യം വെള്ളാപ്പള്ളി നടേശൻ്റെതായി മുന്നോട്ട് വരികയാണ്. അപർണ, ശരണ്യ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരണ്യ പറഞ്ഞത് തന്നെ CPMന് പുറത്തു നിൽക്കുന്ന വെള്ളാപ്പള്ളി പറയുന്നത് കുട്ടനാട്ടിലെ അല്ലെങ്കിൽ ആലപ്പുഴയിലെ CPM പ്രവർത്തകരുടെയും CPM നേതൃത്വത്തിൻ്റെയും തന്നെ അഭിപ്രായമാണ് എന്നുള്ള ഒരു വിഷയം കൂടി ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് തിരിച്ചറിയാൻ കഴിയാത്തവരല്ല NCPയും. ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സ്റ്റാൻഡ് സമുദായ സമവാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ സ്റ്റാൻഡ് ബലപ്പെടുത്താൻ CPMന് കഴിയുകയും ചെയ്യും. ഇത് NCP നേരത്തെ ഇതേത് തരത്തിൽ തടയിടാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ആ ഒരു വിലയിരുത്തൽ കൂടി നമുക്ക് ഈ സമയത്ത് വേണ്ടതല്ലേ? അതിൽ തന്നെ NCPയെ സംബന്ധിച്ചിടത്തോളം NCP ആലപ്പുഴ ജില്ലയിൽ ഏറെക്കുറെ ഛിന്നഭിന്നമായ ഒരു അവസ്ഥ തന്നെയാണെന്ന് പറയാം. കാരണം അവരുടെ നേതൃതലത്തിലുള്ള തർക്കം തോമസ് കെ തോമസ് വിഭാഗവും എതിർപക്ഷവും ചേർന്നുള്ള തർക്കങ്ങളൊക്കെ വലിയ രീതിയിൽ നിൽക്കുന്നു. മാത്രമല്ല അവരുടെ പല കമ്മിറ്റികളിലും ഭാരവാഹികൾ തങ്ങളാണെന്ന് പറഞ്ഞ് പരസ്യമായ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം NCPയിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ബാധ്യതയായി ആ സംവിധാനം നിലനിൽക്കുന്നു എന്നുള്ള അഭിപ്രായം കഴിഞ്ഞ സമ്മേളനത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു
വന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആലപ്പുഴ ജില്ലാ CPM ജില്ലാ സമ്മേളനത്തിൽ തന്നെ ഈ വിഷയം ഉയർന്നു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ നടന്ന സംഘടനാ ചർച്ചയ്ക്കും മേൽ ഈ സംഭവങ്ങൾ വന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെ അല്ല, തോമസ് ചാണ്ടിക്ക് നൽകിയ ഒരു കമ്മിറ്റ്മെന്റിന് മേൽ ഇത്തരത്തിലൊരു കാര്യത്തെ തുടർന്നു കൊണ്ടുപോകുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ സൂചിപ്പിച്ച വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രീതി ശരിയല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇടതുപക്ഷം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് ഏറെ വേരോട്ടമുള്ള മണ്ണായ കുട്ടനാട്ടിൽ അവിടെ ആ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ അവിടുത്തെ പാർട്ടി വോട്ട് കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള അത് ഇപ്പോൾ മറ്റൊരു രീതിയിലുള്ള ഒരു അവമതിപ്പ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്, അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. അത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതൃപ്തി പ്രകടമാണ്. നമുക്കറിയാം കുറേ അധികം ആളുകൾ, സംഘടനാ പ്രശ്നങ്ങൾ വളരെയധികം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കുട്ടനാട്. ഒപ്പം തന്നെ കുറേ അധികം ആളുകൾ പാർട്ടി വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ കൊഴിഞ്ഞുപോക്ക CPM അവിടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നമുണ്ട്. അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഒരു പാർലമെന്ററി രംഗത്ത് ഒരു CPM പ്രതിനിധി ഇല്ല എന്നുള്ളത് വളരെ പ്രധാനമായൊരു പ്രശ്നമായി അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യത്തെ കൂടി ഉൾക്കൊണ്ടിട്ടാണ് ഇത്തരത്തിലൊരു അഭിപ്രായം ഉണ്ടാക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം BDJS ഒക്കെ മത്സരിച്ചിരുന്ന കാലത്ത് ആദ്യമായി BDJS മത്സരിച്ചപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം വോട്ട് BJPക്ക് അല്ലെങ്കിൽ NDA നേടിയെടുത്തൊരു മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു കുട്ടനാട്. അപ്പോൾ അത്രയധികം ഈഴവ വോട്ടുകൾ അവിടെ ഉള്ള ഒരു സ്ഥലമാണ് കുട്ടനാട് എന്നുള്ളതാണ്. അവിടെയാണ് സമുദായ നേതാവ് കൂടിയായ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഒരു അഭിപ്രായം വെക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല മണ്ഡലങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവിടെ വേണം. കാരണം ഈ കഴിഞ്ഞ ഒരു 5 വർഷക്കാലമല്ല അതിനു മുൻപുള്ള, അതായത് പിണറായി സർക്കാരിൻ്റെ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ വളരെയധികം പിണറായി വിജയനുമായി ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ ഒരുമിച്ചൊരു വാഹനത്തിൽ വന്ന് ഇറങ്ങുന്ന അത്രയും അടുപ്പം വെച്ച് പുലർത്തുന്ന 2 പേരാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയനും. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം NCPക്ക് തുടർന്ന് നൽകണമെന്നാണെങ്കിൽ പോലും അതിൽ നിന്ന് വിഭിന്നമായി അങ്ങനെയല്ല നൽകേണ്ടത് എന്നുള്ളൊരു അഭിപ്രായം വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്ന് ഉയരുന്നു എന്നുള്ളതാണ്. അതും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇനി ഏതാനും നാളുകൾ മാത്രം വരുള്ളൂ. ഔദ്യോഗിക പ്രഖ്യാപനം വരേണ്ട കാര്യമേ ഉള്ളൂ. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പും തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരത്തിലൊരു അഭിപ്രായം വെള്ളാപ്പള്ളി പറയുമ്പോൾ അത് ഏത് രീതിയിൽ പ്രതിഫലിക്കും? ആ വെള്ളാപ്പള്ളി നടേശൻ്റെതായ അഭിപ്രായം വീണ്ടും CPM സംസ്ഥാന നേതൃത്വത്തിന് മേൽ ആലപ്പുഴയിലെ ജില്ലയിലെ പാർട്ടി സമ്മർദ്ദ തന്ത്രമായി വെക്കുമോ എന്നുള്ളതൊക്കെയാണ് കായംകുളവുമായി ബന്ധപ്പെട്ട്